ഓരോ സീൻ കഴിയുമ്പോഴും ഒരു താരാട്ട് പാട്ടിങ്ങനെ പാടിത്തരും നമ്മളൊന്ന് ഉറക്കിയെടുക്കാൻ വേണ്ടി. രീതിയിൽ ആകടിയും ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കൂടെ ഒന്ന് ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു വയലൻസ് വന്നപ്പം ഇത് കുറേ പാട്ടിട്ട് അവരങ്ങ് വലിപ്പിച്ച്. ജോക്കിൻ ഫിനിക്സിന്റെ ക്ലാസ് ആക്ടാണ്, ക്ലാസ് മൂവിയാണ്. ജോക്കർ ഫസ്റ്റ് കമ്പയർ ചെയ്യുമ്പം ഈ പടം ഒട്ടും ഇല്ല. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദ മോസ്റ്റ് അവൈറ്റഡ് വില്ലൻ ഓഫ് ഓൾ ടൈം, ജോക്കർ ഈസ് ബാക്ക്. ജോക്കർ പൊലിയടു. അപ്പോൾ ജോക്കറിൻ്റെ മ്യൂസിക്കൽ ത്രില്ലർ സീക്വൻസ് ജോക്കർ 2 കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു നേരെ ജോക്കർ 2 റിവ്യൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണർ അപ്രോച്ചാണോ? ജേണർ അപ്രോച്ച് പക്ഷേ പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് ചേട്ടാ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് പറഞ്ഞാൽ റിപ്ലൈറ്റ് പാട്ട്, അടുത്ത ഡയലോഗ് പറഞ്ഞാൽ റിപ്ലൈറ്റ് പാട്ട്. ഫസ്റ്റ് ഹാഫ് കിടന്ന് ഉറക്കുമായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് 3 പാട്ടെന്തേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. ജോക്കർ ഫസ്റ്റ് കമ്പയർ ചെയ്യുമ്പം ഈ പടം ഒട്ടും ഇല്ല. ലൈക്ക് മുന്നത്തെ ഹാർലിക്വിൻ മതി. ഇതിലേക്ക് ഒരുമാതിരി ഞാൻ ഹാർലിക്വിനാണ്, എന്നെ നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്ന രീതിക്കുള്ള പെർഫോമൻസ് ആയിരുന്നു. ജോക്കർ ഫസ്റ്റ് പാട്ടിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് പാട്ടിൻ്റെ വില കളഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് കുറച്ച് പോർഷൻസ് ഉള്ള അതൊന്നുമില്ല. ഈ ഓരോ സീൻ കഴിയുമ്പോഴും ഒരു താരാട്ട് പാട്ടിങ്ങനെ പാടിത്തരും നമ്മളൊന്ന് ഉറക്കിയെടുക്കാൻ വേണ്ടി. ഫസ്റ്റ് ഹാഫ് ഒരു തുടക്കം മുക്കാലൊക്കെ മറ്റേ ജയിലിനകത്താണ്, പിന്നെ കോർട്ട് റൂമാണ്, അല്ല വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമുക്ക് ഫസ്റ്റ് ആ സിനിമ കാണുമ്പം ഒരു ഇമോഷണൽ കണക്ഷൻ ഈ കഥാപാത്രത്തിനുണ്ട്, അതിൻ്റെ കൂടെ ജേണി ആവും. അങ്ങനെ ഒന്നുമില്ല ഇതിൽ. പക്ഷേ ഫസ്റ്റിലെ കണക്ക് ആ വയലൻസും ബ്ലഡ് ഷെഡും അത്രയ്ക്കില്ല. ആ ഒരു വയലൻസ് വന്നപ്പം ഇത് കുറേ പാട്ടിട്ട് അവരങ്ങ് വലിപ്പിച്ച്. ഡിഫറെൻറ്റ് ജോണർ ആണെങ്കിലും അവൻ്റെ ജോക്കിൻ ഫിനിക്സിന്റെ ക്ലാസ് ആക്ടാണ്, ക്ലാസ് മൂവിയാണ്, സൂപ്പർ മൂവി. പെർഫോമൻസ് വൈസും സ്റ്റോറി വൈസ് അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. കൊള്ളാം, പക്ഷേ ഫസ്റ്റ് പാട്ടിൻ്റെ അത്ര വരത്തില്ല. പിന്നെ ഈ സോങ്സ് കുറച്ച് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നു അല്ലേ, ഒരു ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ് തോന്നി. ഹാർലിക്യൂൺ ഒരു സൂയിസൈഡ് സ്ക്വാഡിൽ അത്ര വരത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചിലവർക്ക് നല്ല രീതിയിൽ ആകടിയും ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കൂടെ ഒന്ന് ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. ഹൈ മൂവ്മെന്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ജോണർ മാറിയതാണോ ഒരു ഇതായിട്ട് തോന്നി? സ്ലോ ജോണർ മാറിയതിൻ്റെ അല്ല, ത്രൂ ഔട്ട് ഒരു സ്റ്റോറി ഇല്ല. വണ്ണിനിപ്പം ആർത്തർ ഫ്ലിക്കിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറിയാണല്ലോ, പക്ഷേ ഇതിലൊരു ഭയങ്കര ഫ്ലാറ്റാണ് പടം. ജോക്കറല്ലേ? ലൈക്ക് ഈ ഒരു ഫിലിമിൻ്റെ ആവശ്യമില്ലായിരുന്നു ആക്ച്വലി, ബട്ട് സ്റ്റിൽ പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വേറെ ചേഞ്ച് ഒന്നുമില്ല, സ്പോയിലറായിട്ട് പറയാനുള്ള വേറെ ചേഞ്ച് ഒന്നും വലുതായിട്ടില്ല. പഴയ ജോക്കറിൻ്റെ ബെസ്റ്റ്. ലൈക്ക് ആ ഫസ്റ്റ് ഫിലിമിനെ, കാരണം അത് വേറൊരു പുതിയൊരു ഐഡിയ ആയിരുന്നു. ഇത് ആ ഒരു ഐഡിയ തന്നെ പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് അഡീഷണൽ ഫിലിം DC യൂണിവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. ലൈക്ക് I'll give it a 7, 6.5, 7. ഫസ്റ്റിലെ ഹൈ എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ട് വന്നപ്പോൾ അങ്ങനെ ഉണ്ടായി? ഞാൻ ഫസ്റ്റിൽ ഹൈ എക്സ്പെക്ടേഷൻ ആയിട്ടല്ല വന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതുവരെ കുഴപ്പമില്ല ആക്ച്വലി, പക്ഷേ ഫസ്റ്റ് വെച്ച് നോക്കിയാൽ അങ്ങനെയാണ്. ജോണർ ഒരു സ്ലോ പേസ് പ്രതീക്ഷ വരണോ? സ്ലോ പേസ് കുറേ പാട്ടുകളുണ്ട്. ബേസിക്കലി മ്യൂസിക്കലാണ്. സോ വർക്കായില്ലെന്നാണോ? വർക്കായിരുന്നില്ല. ആസ് എ മ്യൂസിക്കൽ ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് നമ്മുടെ ജോക്കർ ഫസ്റ്റ് സിനിമ പോലെ കുറേ വയലൻസ് ഒക്കെയാണല്ലോ പ്രതീക്ഷ, അതേപോലെ ഒന്നും വരില്ല. ഫാൻസിനുള്ള മൊമെന്റ്സ് ഉണ്ട്, പക്ഷേ എൻഡിങ് എല്ലാവർക്കും പിടിക്കുമെന്ന് പറയാൻ പറ്റും. ടിക്കാവൊക്കെ വന്നപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് എനിക്ക് തോന്നുന്നു സ്റ്റോറി കുറച്ച് ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. ക്യാമിയോസോ സർപ്രൈസ് എന്തെങ്കിലും? ഉണ്ട്, സർപ്രൈസ് ഉണ്ട്.